CPM പിണറായിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ ഈ ഒറ്റ കേസോടുകൂടി കേരളത്തിൽ CPM ഇല്ലാതാവും. പിണറായി വിജയനെതിരെ ഫൈറ്റ് ചെയ്യാൻ എനിക്ക് എൻ്റെ റീസൺ ഉണ്ട്. എനിക്ക് ബിനീഷിൻ്റെ പക കടമെടുക്കേണ്ട കാര്യമില്ല, അതെൻ്റെ ജോലിയല്ല. ലോക രാജ്യങ്ങളിൽ ഇന്ന് മിസൈൽ വിട്ടുകടിക്കുന്ന പല രാജ്യങ്ങളും ഉപയോഗിച്ചിട്ടുള്ള തോറിയം കണ്ടന്റ് ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് പോയതാകാം, പറയാൻ പറ്റില്ല, അന്വേഷണം നടക്കണം. ഞാനിത് പറയുമ്പോൾ എൻ്റെ ശത്രുക്കളുടെ എണ്ണം എത്രയാണ് കൂടുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ആരെങ്കിലും പറഞ്ഞേ പറ്റൂ. മാസപ്പടി കേസിൽ പിണറായി വിജയനാണോ വീണ വിജയനാണോ ജയിലിൽ പോവുക? രണ്ടുപേരും പോകും. തുടക്കത്തിൽ വീണ പോവും, അതിന് പുറകെ അപ്പം പോവും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അല്ല, കേസിൻ്റെ പോക്ക് എങ്ങനെയാണ്? ഇത് ഈ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണല്ലോ കേസ് പോകുന്നത്. കേസിൽ സ്വാഭാവികമായിട്ട് SFIയുടെ എൻക്വയറി അനുസരിച്ച് ഇപ്പോൾ പ്രതിയായിട്ടുള്ള വീണയാണ്. ആ വീണയ്ക്കയുടെ കയ്യിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള കാശ് അത് എന്തിനു വേണ്ടി കൊടുത്തു എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് അവിടെ PML ആക്ട് വരുന്നതും സ്വാഭാവികമായിട്ടും അവിടെ ഒരു അഴിമതിയുടെ വിഷയം വരുന്നതും അതിൽ പിണറായി വിജയൻ പ്രതിയാകുന്നു. അപ്പോൾ വീണ ആദ്യം പോയതിന് ശേഷമേ പുറകെ പിണറായി വിജയൻ പോകുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം CBI ഉൾപ്പെടെയുള്ള എൻക്വയറി ആവശ്യമുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലാകാൻ പോകുന്നത് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആക്ട് പ്രകാരമുള്ള കുറ്റമാണ് വീണ ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് ഇനി വരാൻ പോകുന്നത് പിണറായി വിജയൻ വരാൻ പോകുന്ന കുരുക്ക് അദ്ദേഹം കാണിച്ചിട്ടുള്ള അഴിമതി സംബന്ധിച്ചാണ്. അത് അങ്ങനെ പെട്ടെന്ന് ഊരുന്നൊരു കുരുക്കായിരിക്കില്ല. ഈ മാസപ്പടി കേസ് എന്ന് പറയുന്നത് തന്നെ സർവീസ് കൊടുത്തു എന്നാണ് പറയുന്നത്. സർവീസിന് വേണ്ടി പറയുന്ന തമാശയൊക്കെ നമ്മൾ കേട്ടത് വേണം. ഏതൊക്കെ സോഫ്റ്റ്വെയർ? ജാവ കൊടുത്തില്ല, C++, അരുൺകുമാർ, അത് MS ഓഫീസ്, അരുൺകുമാറാണ് അതിൻ്റെ വിശദീകരണം കൊടുക്കുന്ന ആൾ, അരുൺകുമാറാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഗുരുതരമായിട്ടുള്ള മറ്റൊരു പ്രശ്നം ഫെമ വൈലേഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ രാജ്യാന്തര തലത്തിൽ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ ഗുരുതര ഫെമ വൈലേഷൻ ഈ അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടില്ല. പക്ഷേ ടോട്ടൽ അക്കൗണ്ടുകൾ വെരിഫൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വൈലേഷൻസ് ഉണ്ടാവും. മാത്രമല്ല ഇതിനകത്ത് വേറെയും പ്രശ്നങ്ങളുണ്ട്. GST അടച്ചു എന്ന് പറയുന്നുണ്ട്, പക്ഷേ ചെയ്യാത്ത സേവനത്തിന് GST അടച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഫേക്ക് ഇൻവോയ്സ് ക്രിയേഷനാണ്. അതും ഗുരുതരമായ തെറ്റാണ്, നോൺ ബെയിലബിൾ ഒഫൻസാണ്. പക്ഷേ ഇത്ര ചെറിയ തുക, 2 കോടി കുറച്ച് തുകയും കൂടെ അല്ലേ ഉള്ളൂ, അത്രയും ചെറിയ തുകയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെ കൈക്കൂലി വാങ്ങുമെന്നൊക്കെ വിശ്വസിക്കാൻ കഴിയുമോ? അല്ല, ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു വഴിക്ക് പോവാണ്, അപ്പം നമ്മുടെ കയ്യിൽ ഒരു 1,00,000 രൂപ ഉണ്ട്. അപ്പം നമ്മൾ എന്ത് കാണിച്ചാലും ഒരു 2,000 രൂപയെങ്കിലും നമ്മുടെ ATM-ന് ഇടും. എന്താണെന്നറിയാം, നമുക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു ആവശ്യം വന്നാൽ കാർഡിനകത്ത് അല്ലെങ്കിൽ ഗൂഗിൾ പേക്കകത്ത് നമുക്കൊരാവശ്യം വന്നാൽ വേണം. സോ ഇവർക്ക് അക്കൗണ്ടിൽ പണം വേണ്ട എന്തോ കാര്യം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അക്കൗണ്ട് മേടിച്ചു. മാത്രമല്ല ഇവരുടെ ദൈനംദിന ചിലവുകളും കാര്യങ്ങളും ഇൻകം ടാക്സും മാത്രമല്ല ഇവർ വാങ്ങിച്ചു കൂട്ടുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ഇവർ മേടിക്കുന്ന ഇതെല്ലാം നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് കുറച്ച് ഇൻകം വളരണമല്ലോ. കുറച്ച് ഇൻകം വന്ന് അതിൻ്റെ ഒരു ഇൻകം ടാക്സൊക്കെ അടച്ച് നിൽക്കണ്ടേ. സ്വാഭാവികമായിട്ടും ആ ഇൻകം കാണിക്കാൻ വേണ്ടി ഇവർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ലീഗലി ചെയ്തൊരു കാര്യമാണ്. പക്ഷേ ഇവർക്ക് സേവനം കിട്ടിയിട്ടില്ല എന്നുള്ളൊരു മൊഴി ഉണ്ടാവുമെന്നും ഇവരെ അങ്ങനെ കുടുക്കി കളയുമെന്നും ഇതൊരു കുരുക്കായി മാറുമെന്നും പ്രതീക്ഷിക്കാതെയാണ് ഇവർ അത്തരത്തിലുള്ള ഒരു കരാറിൽ ഏർപ്പെട്ടത്. ഇവരുടെ എല്ലാ മൊഴികളും ഇവർക്കെതിരായി പോയില്ലേ, അതൊരിക്കലും അവർ പ്രതീക്ഷിച്ചില്ല. പക്ഷേ നിയമപരമായി ഒരു കള്ളത്തരം കാണിച്ച ഭാവമാണ്, അത് തന്നെ കുടുക്കായി. ഒരു മഞ്ഞുമലയുടെ അറ്റം എന്നൊക്കെ പറയുന്നത് 130 കോടി രൂപയാണ് ക്രമക്കേട്. 200 കോടി രൂപ അത്രയാണ് CMRL കണക്ക് പുസ്തകത്തിനകത്തുള്ളത് എന്നാണ്. അപ്പോൾ വീണയുടെ കയ്യിൽ വന്നത് ഈ 2.5 കോടിയായി. അല്ല, CMRL 200 കോടി ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിൽ വീണടയിൽ വന്നിട്ടുള്ള 2,86,00,000 രൂപയാണ്. അക്കൗണ്ട് ഇല്ലാതെ വന്നിട്ടുള്ള എത്രയാണെന്നറിയില്ല. ബാക്കിയുള്ള നേതാക്കന്മാർക്കെല്ലാം കൊടുത്തിട്ടുള്ളത്, ബാക്കിയുള്ള ഒത്തിരി രാഷ്ട്രീയ നേതാക്കന്മാർ പണം കൈപ്പറ്റിയിട്ടുണ്ട്. 100 കോടി രൂപയ്ക്ക് അധികം നേതാക്കന്മാർ കൈപ്പറ്റിയ പണമാണ്, രാഷ്ട്രീയ പാർട്ടികൾ കൈപ്പറ്റിയ പണമാണ്. ആ പണത്തിനകത്ത് വന്നേക്കുന്ന ഇത് ഈ ലോറിയുടെ ഫെയർ ആയിട്ടും ഈ സ്ലഡ്ജ് നീക്കം ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഈ പണം എഴുതിയെടുത്തേക്കുന്നത്. അതാണ് ഈ ക്രമക്കേട്. ആ പണം ലിക്വിഡ് ക്യാഷ് ആയിട്ടാണ് വിഡ്രോ ചെയ്തിട്ടുള്ളത്. ആ പണം ആർക്കൊക്കെ കൊടുത്തെന്നുള്ളത് ആ ഡയറി പുറത്ത് വരുമ്പോൾ അറിയാം. പക്ഷേ എന്തിനു വേണ്ടിയിട്ട് CMRL ഇത്രയധികം തുക കൊടുക്കണമെന്നൊരു ചോദ്യം. കേരളത്തിൻ്റെ തീരദേശം എന്ന് പറയുന്നത്, കരിമണൽ എന്ന് പറയുന്നത് കറുത്ത പൊന്നെന്നാണ് പറയുന്നത്. അത്രമാത്രം മിനറൽസ്. ഇനി ലോകത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായി മാറാൻ പോകുന്നത് മിനറൽസ് ട്രേഡാണ്. അതിൽ ഇപ്പോൾ ഞാൻ പറയും തോറിയം, ഇപ്പോൾ ഇലുമിനേറ്റിൻ്റെ വില ഈ പറയുന്ന പോലെ 14,000 15,000 രൂപയും ഇതിൽ കിട്ടേണ്ടി വരുന്നുള്ളൂ. പക്ഷേ ഈ കേരളത്തിലുള്ള കരിമണലിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്ന പല മിനറൽസിലും തോറിയം ഉണ്ട്. ഇതിനകത്ത് തോറിയം എക്സ്ട്രാക്ട് ചെയ്താൽ അതിൻ്റെ വില കോടികളാണ് കിലോയ്ക്ക്. അപ്പോൾ ഓരോ ലോഡിനും പോകുന്ന എത്ര കിലോ തോറിയം പോകുന്നുണ്ട്. അപ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നും ലോക രാജ്യങ്ങളിൽ നിന്ന് മിസൈൽ വിട്ടുകടിക്കുന്ന പല രാജ്യങ്ങളും ഉപയോഗിച്ചിട്ടുള്ള തോറിയം കണ്ടൻറ്റ് ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്ന് പോയതാകാം, പറയാൻ പറ്റില്ല, അന്വേഷണം നടക്കണം. അപ്പം അതുകൊണ്ട് ഇതൊക്കെ എൻ്റെ പരിധിയിൽ നിൽക്കുന്ന വിഷയമല്ല. പക്ഷേ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അത് പോയിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ എൻ്റെ ശത്രുക്കളുടെ എണ്ണം എത്രയാണ് കൂടുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ആരെങ്കിലും പറഞ്ഞേ പറ്റൂ. ഞാനിത് കാലത്ത് പറഞ്ഞിരുന്നു എന്നെങ്കിലും അടുത്ത തലമുറ പറയണമല്ലോ. പക്ഷേ ഇനി അത് നടക്കില്ല. പക്ഷേ ഇനി കേരളത്തിൻ്റെ തീരത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു കൊള്ളയും നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ സീൽ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ജോലികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നടന്നിട്ടുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കൾ കൂട്ടുനിന്നത് വെറുമൊഴി അഴിമതിക്ക് മാത്രമല്ല, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും തീവ്രവാദത്തിനും കൂട്ടുനിന്നു. ആ വലിയ ഗൗരവമായ തെറ്റുകൂടി ഇവിടെ നിന്നും കൈക്കൂലി മേടിച്ചിട്ടുള്ള രാഷ്ട്രീയക്കാർ ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. എൻ്റെ ഇഷ്യൂ കിടക്കുന്നത് അവിടെയാണ്. BJPയുടെ ഇഷ്യൂ കിടക്കുന്നത് അവിടെയാണ്. അതായത് ഇപ്പോൾ ED വരുന്നു, ED വന്നിട്ട് റെയ്ഡ് നടത്തി. റെയ്ഡ് നടത്തുമ്പോൾ അതിനകത്ത് പല ചോദ്യങ്ങളും പൊതുവേ ഉയർന്നു വരുന്നുണ്ട്. ഒന്നാമത്തെ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിണറായി എത്തിയിരിക്കുന്ന പുതിയ താമസിക്കുന്ന വീട്ടിലേക്കാണ് ED വന്നത്. അവിടെ വന്ന് 8 മണിക്കൂറോളം വീണയോട് സംസാരിക്കുന്നുണ്ട്. വീണയോട് ചോദ്യം ചോദിക്കുന്നത്, പിണറായി പറയുന്നത് എന്നോടൊന്നും ചോദിച്ചിട്ടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ പിണറായി ചോദിക്കേണ്ട കാര്യം അല്ല, അങ്ങനെയാണെങ്കിൽ പിണറായി ഇപ്പോൾ പ്രതിയല്ലല്ലോ. പ്രതിയല്ല. ഇപ്പോൾ SFIയുടെ എൻക്വയറി അനുസരിച്ച് PML ആക്ട് പ്രകാരം പ്രതിയായിട്ടുള്ളതും ആക്ട് പ്രകാരം കുറ്റം ചെയ്തിട്ടുള്ളതും വീണയാണ്. ഇപ്പം പിണറായി ആ വീട്ടിലില്ലായിരുന്നെങ്കിൽ, വീണ അവിടെ വീട്ടിൽ താമസിക്കുന്നുണ്ട്. പിണറായി ഇപ്പം AK സെൻ്ററിൻ്റെ അഡ്രസ്സ് വെച്ചാണ് വീണയുടെ എക്സൈൽ കമ്പനി പ്രവർത്തിച്ചത്. സ്വാഭാവികമായിട്ട് AK സെൻ്ററിൽ കയറേണ്ടതാണ്. പക്ഷേ അവിടെ വീണ താമസിക്കുന്നില്ലാത്തതുകൊണ്ടാണ് കയറാത്തത്. AK സെൻ്ററിൽ കയറാത്ത വീണ അവിടെ താമസിക്കുന്നില്ല. അവർക്ക് അതിൻ്റെ വിവരങ്ങളുണ്ടല്ലോ. വീണ താമസിക്കുന്ന അവിടെയാണ്. ഒന്ന് ക്ലിഫ് ഹൗസിലായിരുന്നു. ആ ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞ് ഓരോ സാധനങ്ങളെല്ലാം മാറ്റിയത് ഈ വീട്ടിലോട്ടാണ്. സ്വാഭാവികമായിട്ട് ഈ വീട്ടിലാണ് എന്തെങ്കിലും തരത്തിലുള്ള രേഖകളുണ്ടെങ്കിൽ കാണേണ്ടത്. പിന്നെയുള്ള പിണറായിയുടെ വീട്ടിലാണ്, പിന്നെ റിയാസിൻ്റെ വീട്ടിലാണ് അല്ലേ. അപ്പം അത്തരം എവിടെയൊക്കെയാണ് വീണയുടെ സാന്നിധ്യമുള്ളത് അവിടെയൊക്കെയാണ് റെയ്ഡ് നടത്തിയത്. പിണറായിയെ ചോദ്യം ചെയ്തില്ല എന്നുള്ള പരാതിയല്ലേ പിണറായിക്കുള്ളത്. വരുന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചോദ്യം ചെയ്യുന്ന സമയത്ത് ചോദ്യം ചെയ്യും. പക്ഷേ നമുക്ക് ഇവർ രണ്ടുപേരും കുറ്റം ചെയ്ത് ഈ അഴിമതി കേസുകൾ പലതും തെളിയിക്കപ്പെടുന്നത് വളരെ വിരളമാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ കേസും അതിനകത്ത് പിണറായി തന്നെ ഇപ്പോൾ ഇത്രയും പ്രായമായി കഴിഞ്ഞാൽ ക്രിമിനൽ കേസിൽ പ്രായ ഒരു മാനദണ്ഡമില്ലല്ലോ. കട്ടിലേ കിടന്നാലും അറസ്റ്റ് ചെയ്യാം. പക്ഷേ പിന്നെ എടുത്തുകൊണ്ട് പോകാനേ പറ്റുള്ളൂ എന്നുള്ളൂ. അതുകൊണ്ട് ക്രിമിനൽ കേസ് എന്ന് പറയുന്നത്, ക്രിമിനൽ കേസും സിവിൽ കേസും തമ്മിലുള്ള വ്യത്യാസമാണ്. സിവിൽ കേസ് ആൾ മരിച്ചാലും നിലനിൽക്കും. അതെ അതെ. ക്രിമിനൽ കേസ് ആൾ മരിക്കുമ്പോഴേ അവസാനിക്കുള്ളൂ. അതിൻ്റെ പ്രായത്തിന് പരിധിയൊന്നുമില്ല. അവിടെ പിന്നെ ഇപ്പം ഇതിൽ CMR കേസിൻ്റെ ഇതിൽ ഈ SFI കേസിൻ്റെ 1-ാം പ്രതി ഈ CMRൻ്റെ MD ആണ്. അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡാണ്. അത് ED പിടിച്ച് ഹോസ്പിറ്റലൈസ് ആയതല്ല, അദ്ദേഹം ശരിക്കും സിക്കാണ്. ഞാൻ അന്വേഷിച്ചിടത്തോളം അദ്ദേഹം എന്നാ പറയുന്നത്, ഒരു തീരെ ആരോഗ്യപരമായി വളരെ മോശമായ ഒരു അവസ്ഥയിലാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് എടുത്തുകൊണ്ടൊന്നും പോകില്ലല്ലോ. ചിലപ്പോൾ രേഖപ്പെടുത്തുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലും അറസ്റ്റ് രേഖപ്പെടുത്താമല്ലോ, എനിക്കറിയത്തില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിണറായിക്ക് അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ പ്രായം പോക്കൃത്തരം കാണിച്ചിട്ട് പ്രായമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ പിണറായിക്ക് ഇനിയൊരു ജയിൽവാസത്തിന് ബാല്യമുണ്ടോ? അത് അന്വേഷണ ഏജൻസികളാണ് തീരുമാനിക്കേണ്ടത്. ജയിൽവാസത്തിനുള്ള കയ്യിലിരിപ്പുണ്ട്. കയ്യിലിരിപ്പ് ജയിൽവാസത്തിനുള്ളതുണ്ട്. അതിന് അയാൾക്ക് അതിനുള്ള ഭാഗ്യമുണ്ടോ എന്നുള്ളത് മുകളിലിരിക്കുന്നവനും ഉദ്യോഗസ്ഥരും അന്വേഷണ ഏജൻസിയും തീരുമാനിക്കേണ്ട വിഷയമാണ്. പക്ഷേ അതിനുള്ള കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തായാലും വീണയ്ക്ക് ഏതാണ്ട് ജയിലുറപ്പാണ്. ഇപ്പോൾ ഉള്ള ഇനി കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. SFI റിപ്പോർട്ട് മാത്രം മതി. സെക്ഷൻ 447 അനുസരിച്ചുള്ള ക്രൈം ചെയ്തിട്ടുണ്ട്. EDക്ക് അറസ്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് അത് തടസ്സമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, കോടതി ഇടപെടലൊന്നും ഇല്ലെങ്കിൽ. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ രാഷ്ട്രീയ പ്രതിഫലനങ്ങൾ എന്തായിരിക്കും? അല്ല, എന്ത് രാഷ്ട്രീയ പ്രതിഫലനം? കഴിഞ്ഞ ദിവസം കുറേ ഗുണ്ടകളെ ഇറക്കി ബഹളം വെച്ചെന്നോർത്ത് ഈ നാട്ടിലെ നല്ല സഖാക്കളെല്ലാം ഇവരെ സംരക്ഷിക്കാൻ ഇനി ഇറങ്ങുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അവരൊക്കെ മാനസികമായി പാർട്ടി വിട്ടു. ഇത് പിണറായി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, മനസ്സിലായില്ലേ? അല്ലാതെ ഇത് നല്ല സഖാക്കളെല്ലാം. ഞാനൊരു കാര്യം പറയട്ടെ, CPMൻ്റെ ബേസ് വോട്ട് 10 ലക്ഷം വോട്ട് ചോർന്നിട്ടുണ്ട്. 10 ലക്ഷം ബേസ് വോട്ട് ചോർന്നു CPMന്. അതെന്തുകൊണ്ടാണ്? ഈ പിണറായിയുടെ വിരോധം കൊണ്ടാണ്. ഞാൻ പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു സംഘർഷാവസ്ഥയുണ്ട്. പിണറായിയുടെ മറ്റേ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിൽ സംഘർഷാവസ്ഥ ഉണ്ടായി. ആ സംഘർഷാവസ്ഥ ഉണ്ടാക്കി 500-ൽ താഴെ ആളുകളെ അന്ന് അവിടെ തടിച്ചു കൂടിയിട്ടുള്ളൂ, മാധ്യമപ്രവർത്തനം, പോലീസ് സഹിതം. തിരുവനന്തപുരത്ത് അതാണോ വേണ്ടത്? ഇത് പാർട്ടിയായിട്ടുള്ളൊരു ബഹളമാണെങ്കിൽ ഇതല്ല. അത്ര ആളുകളെ സംഘടിപ്പിച്ച് തന്നെ CITU ആളെ കൂട്ടാൻ ആഹ്വാനം ചെയ്ത് പാർട്ടി ജില്ലാ സെക്രട്ടറിയും ഭാരവാഹികളും വിളിച്ച് നല്ല സഖാക്കളൊന്നും ഒരിടത്തും സംരക്ഷിക്കാൻ പോയിട്ടില്ല. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ
ഭരണത്തിൻ്റെ വീതം പറ്റിയവർ ചെന്നിട്ടുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ വേറെ ആരും അവിടെ എത്തിയിട്ടില്ല, പോവുകയില്ല. ഇനി ഇപ്പം പോയവരും കൂടെ പോകില്ല, കാരണം പോയവരുടെ അവസ്ഥ അറിയാമല്ലോ, ജയിലിടിഞ്ഞാലേ പുറത്തു വരുള്ളൂ, അതാണ് അതിൻ്റെ അവസ്ഥ. ഈ ഒരു കാര്യം കൂടെ, അതായത് ഷോണിൻ്റെ വീട്ടിൽ വന്ന് റെയ്ഡ് ചെയ്തത് 2 മണിക്കൂറാണ്. അപ്പോൾ ഇവിടെ വീണയുടെ വീട്ടിൽ 8 മണിക്കൂറാണ്. അല്ല, എൻ്റെ വീട് റെയ്ഡ് ചെയ്ത സമയത്ത് എൻ്റെ കുട്ടികൾ ഉൾപ്പെടെ ഉണ്ട്. എൻ്റെ 2 കുട്ടികൾക്ക്, ഒരാൾക്ക് അന്ന് 10 വയസ്സിൽ താഴെയാണ്, ഒരാൾക്ക് 5 വയസ്സിൽ താഴെയാണ്. 2 കുട്ടികൾ ഇതെന്നാന്ന് പറഞ്ഞിട്ട് പേടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ചിരിച്ച് കളിച്ചിരുന്നപ്പോൾ പിള്ളേരും കൂളായി. പക്ഷേ പോലീസ് വന്ന് വീടിനകത്തൂടെ തപ്പുന്നു, പെറുക്കുന്നു. എൻ്റെ കുട്ടികളുടെ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, എൻ്റെ കുട്ടികളുടെ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുന്ന ടാബ് വരെ പോലീസ് കസ്റ്റഡിയാണ് ഇപ്പോഴും. അപ്പോൾ അതേ സാഹചര്യം എൻ്റെ വീട്ടിൽ 2 മണിക്കൂർ റെയ്ഡ് നടത്തിയെങ്കിൽ പിണറായി വിജയൻ്റെ വീട്ടിൽ 8 മണിക്കൂർ റെയ്ഡ് നടത്തിയപ്പോൾ പ്രതികാരം ഉണ്ടായിരുന്നു. അത് കാണാനൊരു സുഖം ഉണ്ടായിരുന്നു, ഉള്ള കാര്യം പറയാം. ഇല്ലെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഒരു മനുഷ്യനല്ലെന്ന് പറയും. എനിക്ക് സ്വാഭാവികമായിട്ട് 8 മണിക്കൂറൊക്കെ എൻ്റെ വീട്ടിൽ 2 മണിക്കൂർ നടത്തിയപ്പോൾ 8 മണിക്കൂർ പിണറായി വിജയൻ്റെ വീട്ടിൽ നടത്തുമ്പോൾ അത് കാണാനൊരു സുഖമുണ്ട്, ഒരു കുഴപ്പമില്ല. അതുപോലെ തന്നെ പറഞ്ഞു കേട്ട മറ്റൊരു കാര്യമാണ്, ഈ ബിനീഷ് കോടിയേരി ഈ റെയ്ഡ് നടക്കുമ്പോൾ, പിണറായി വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ അവിടെ മുദ്രാവാക്യം വിളിക്കാനും EDയെ ആക്രമിക്കുന്ന ആൾക്കാരെ തടയുന്നു, നേതാക്കൾ തടയണമല്ലോ, അങ്ങനെ ഒരു ഭാവത്തിലും അവിടെ ഉണ്ടായിരുന്നു. അല്ല, ബിനീഷ് ഒരു ED വിരോധിയാണല്ലോ, സ്വാഭാവികമായിട്ട് ED ബിനീഷിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബിനീഷിന് EDയോടുള്ള ഒരു വിരോധം ബിനീഷോടെ പ്രകടമാക്കിയാണ്, സ്വാഭാവികമാണ്. ബിനീഷുമായിട്ട് അടുത്ത സൗഹൃദം ഉണ്ടെന്നാണ്. അല്ല, തീർച്ചയായിട്ടും എനിക്ക് ബിനീഷുമായിട്ട് അടുത്ത സൗഹൃദം തന്നെയുണ്ട്. പക്ഷേ അത് ഞങ്ങളുടെ രാഷ്ട്രീയപരമായി എതിർക്കുന്ന സമയത്ത് എല്ലാ കാലത്തും പരസ്പരം പോരാടിയിട്ടുണ്ട് ഞങ്ങൾ. പക്ഷേ അത് ഞങ്ങളുടെ സൗഹൃദങ്ങളെ ബാധിക്കാറില്ല. ബിനീഷിൻ്റെ രാഷ്ട്രീയം, ബിനീഷ് ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരാണ്, എപ്പോഴും ആ നിലപാടിൽ നിൽക്കുന്ന ആളാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി എൻ്റെ നിലപാട് സ്വീകരിച്ച് നിൽക്കുന്ന ആളാണ്. രാഷ്ട്രീയം പറഞ്ഞാൽ ഞങ്ങൾക്കിടയിൽ അലമുണ്ടാകാറുണ്ട്, അടിയുണ്ടാകാറുണ്ട്. പക്ഷേ അത് ഞങ്ങളുടെ സൗഹൃദങ്ങളെ ബാധിക്കാറില്ലെന്നുള്ളത്. പിന്നെ എന്നെയും ബിനീഷിനെയും കൂടെ കൂട്ടിക്കെട്ടി ബിനീഷ് പറഞ്ഞു തന്നിട്ടാണ് ഞാൻ പിണറായിക്കെതിരെ കേസ് കൊടുത്ത്. എനിക്ക് ഭ്രാന്തുണ്ട്, എനിക്ക് വേറെ പണിയൊന്നുമില്ല. എനിക്ക് എൻ്റെതായ റീസൺസ് ഉണ്ട്. അത് എൻ്റെ റീസൺ ഞാൻ ആരംഭിച്ചത് കൃത്യമായി പറയല്ലോ, പച്ചയ്ക്ക് പറഞ്ഞാൽ പിണറായിയുടെ വിരോധം കൊണ്ട് തന്നെ ആരംഭിച്ചതാണ്. പക്ഷേ ആ കേസ് മുമ്പോട്ട് പോയപ്പോൾ ഇതെൻ്റെ രാജ്യത്തോടുള്ള കടമയും കൂടെ ആണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ ആ വിരോധം അങ്ങ് മാറ്റി വെച്ച് കേസ് നിന്നിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് അതിനകത്ത് ഒരു വികാരമോ ആവേശമൊന്നുമല്ല, ഇതെൻ്റെ ഡ്യൂട്ടിയാണെന്നുള്ള ബോധ്യമാണ്. അത് ബിനീഷുമായിട്ട് എന്താ ബന്ധം? ബിനീഷിൻ്റെ കാര്യം നോക്കി കിടക്കണം, ഇനി ഇത് തമ്മിൽ ബന്ധപ്പെടുത്തും, ആയിക്കോട്ടെ, അങ്ങനെയാണെന്ന് വിചാരിച്ചോട്ടെ, എനിക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. പക്ഷേ പറയുന്നതെന്ന് പറഞ്ഞാൽ കോടിയേരിയുടെ ജീവിച്ചിരുന്ന സമയത്ത് കോടിയേരിക്ക് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ബിനീഷ് 1 വർഷത്തോളം ജയിലിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നൊന്നും സഹായിക്കാൻ അല്ല, ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണത്. അതെ, ഞാനത് ചർച്ച ചെയ്യുമ്പോൾ പറയും ബിനീഷ് പറഞ്ഞിട്ടാന്ന് പറയും. ഞാൻ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, പക്ഷെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ. ഞാനത് ആ കുടുംബത്തിലുണ്ടായ ആ ക്രൈസിസ് ഞാൻ കൃത്യമായിട്ട് ഉണ്ടായിരിക്കുക. അന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണന് അസുഖങ്ങളുടെ തുടക്കമുള്ള സമയമാണ്. വലിയ മാനസിക ക്രൈസിസിലൂടെയാണ് ആ കുടുംബം കടന്നുപോയത്. അപ്പോൾ ഈ വിഷയമുണ്ടായി, റെയ്ഡ് നടന്നു, ഇത്ര കാര്യങ്ങളൊക്കെ നടന്നു. അന്ന് പിണറായി സ്വീകരിച്ച നിലപാട് എന്താണ്? അത് വ്യക്തിപരമാണ്. അതേ പിണറായി വിജയൻ പിണറായിയുടെ മകളായപ്പോൾ എങ്ങനെയാണ് പാർട്ടി സഖാക്കൾ അവിടെ എത്തിയത്, അവിടെ പ്രതിരോധിച്ചത്? നമ്മൾ ഒരുമിച്ചങ്ങ് പ്രതിരോധിക്കല്ലെന്ന് പിണറായി വിജയൻ പ്രഖ്യാപിച്ചു. എന്നാൽ കോടിയേരിക്ക് എന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, അദ്ദേഹത്തിനത് പ്രഖ്യാപിച്ചാൽ പോലെ നമുക്ക് ഒരുമിച്ചങ്ങ് പ്രതിരോധിക്കാം ഒന്നും. ഇത് ഇത്ര ആളൊക്കെ ഇപ്പം ഈ പറയുന്ന പോലെ 500-500 പേരെ കൂട്ടാനൊക്കെ കോടിയേരിക്കും പറ്റും. എന്നിട്ട് കോടിയേരി അത് ചെയ്തില്ല. എന്താണ്? പാർട്ടിയെ ഞാൻ കാരണം പ്രതിസന്ധിയിലാക്കണ്ടെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ട്, അല്ലേ സ്വാഭാവികം. പക്ഷെ പിണറായി അല്ല, പിണറായി മകളെ സംരക്ഷിക്കാൻ പാർട്ടിയെ കവചമാക്കി. അപ്പം അത് CPM ചർച്ച ചെയ്യണം. എന്തുകൊണ്ട് ഈ 2 സമീപനമൊന്നും CPM ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അപ്പോൾ പറയപ്പെടുന്നത് സോഷ്യൽ മീഡിയ ട്രോളായിട്ടെങ്കിലും പറയുന്നുണ്ട്. അപ്പോൾ ആ പക ബിനീഷിനുണ്ട്. അപ്പോൾ ബിനീഷ് അത് ഷോണിലൂടെ പുറത്തേക്ക് വന്നു എന്നുള്ളതായിരുന്നു. എനിക്ക് അവൻ്റെ പകയുടെ ആവശ്യമില്ല. എനിക്ക് സ്വന്തമായിട്ട് പകയുണ്ടല്ലോ. എൻ്റെ സ്വന്തം പക തീർത്തിട്ട് വരെ വല്ലവൻ്റെ പക വാടകയ്ക്ക് എടുക്കേണ്ട ആവശ്യം. എനിക്ക് എൻ്റെതായ റീസൺ ഉണ്ടല്ലോ. പിണറായി വിജയനെതിരെ ഫൈറ്റ് ചെയ്യാൻ എനിക്ക് എൻ്റെ റീസൺ ഉണ്ട്. എനിക്ക് ബിനീഷിൻ്റെ പക കടമെടുക്കേണ്ട കാര്യമില്ല. അതെൻ്റെ ജോലിയല്ല. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തനമാണ്. എനിക്ക് എൻ്റെ രാഷ്ട്രീയമുണ്ട്. എൻ്റെ രാഷ്ട്രീയം എൻ്റെ നേതാക്കന്മാർ പറയുന്നതാണ് എൻ്റെ രാഷ്ട്രീയം. അതേ സമയത്ത് എനിക്ക് പിന്നെ കണ്ട ഒരു പ്രധാനപ്പെട്ട രംഗം എന്ന് പറയുന്നത്, അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്, DYFIക്കാർ ഷോണിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു. DYFIക്കാർ വന്ന് അവിടെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഹരിജിയാണ് കൂടെ ഉണ്ടായിരുന്നല്ലേ, അദ്ദേഹത്തിനോടൊപ്പം ഒരു കുടയും ചൂടി അവിടെ വന്നു നിന്നു. BJP പ്രവർത്തകരെല്ലാം ഒപ്പം ഉണ്ടായിരുന്നു. ശരിക്കും ആ DYFIക്കാർ അവിടെ വന്നപ്പോൾ എന്താ തോന്നിയത്? നമുക്ക് ഭ്രാന്താന്ന് തോന്നി. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതിക്കാരൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുക എന്നൊക്കെ പറയുന്നത് എന്താണ്? അതിന് എന്ത് രാഷ്ട്രീയം അതിന് പറയുന്നു? അത് അവർ മോശമാവുന്നല്ലാതെ ഞാനെന്ന് പറയല്ല. ഒരു പരാതിക്കാരനെ
ആക്രമിക്കാൻ വരിക. പക്ഷെ ആക്രമിക്കാൻ വന്നാലൊന്നും നടക്കില്ല എന്നവർക്ക് ബോധ്യപ്പെട്ട് തന്നെയാണ് തിരിച്ചു പോയത്. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടി, ഇപ്പം നാളെ ഞങ്ങളാണെങ്കിലും എനിക്കെതിരെ ഒരാൾ പരാതി തന്നാൽ പരാതിക്കാരൻ്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യുക, അയാളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക, അതൊന്നും ഒരു രാഷ്ട്രീയപരമായി ഒരു നല്ല പ്രവണതയല്ല. CPM-ൻ്റെ ആ നിലപാട് അങ്ങേറ്റം മോശമാണ്. ഈ കേസോടുകൂടി അവസാനത്തെ ചോദ്യമാണ്, ഈ കേസോടുകൂടി ഏതാണ്ട് പിണറായിയുടെ അഴിമതിക്കാലത്തിൻ്റെയും അത് കഴിഞ്ഞിട്ടുള്ള ആ വാഴ്ച ഉണ്ടായിരുന്നല്ലോ, രാജവാഴ്ച, അതിൻ്റെയൊക്കെ ഒരു പരിസമാപ്തിയിലേക്ക് പോവുകയാണ്. ഇത് CPM-ൻ്റെ കൂടെ മരണമണിക്ക് കാരണമായിരിക്കും. CPM പിണറായിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ ഈ ഒറ്റ കേസോടുകൂടി കേരളത്തിൽ CPM ഇല്ലാതാവും. ആകെയുള്ള കനൽ ഇവിടെയാണുള്ളത്. ആ കനലും കൂടെ നല്ല വെള്ളം ഒഴിച്ച് കെടുത്തുന്നതിന് തുല്യമാവും. CPM അടിയന്തരമായ തീരുമാനമെടുക്കേണ്ട പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് മാറ്റണം. അദ്ദേഹത്തെ രാജിവെപ്പിച്ച് പിണറായിയിൽ വേറെ ആളെ മത്സരിപ്പിച്ച് ജയിപ്പിക്കണം. എന്നിട്ട് കൊള്ളാവുന്ന നല്ല ചെറുപ്പക്കാർക്ക് ആർക്കെങ്കിലും അഴിമതിക്കാരല്ലാത്ത ആളുകളെ നോക്കി അവരെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏൽപ്പിക്കണം. എന്നാൽ മാത്രമേ CPM രക്ഷപ്പെടാൻ നേരിയ സാധ്യതയുള്ളൂ. അല്ലേ തന്നെ കാലകരണപ്പെട്ട ഒരു ഐഡിയോളജി, ആ ഐഡിയോളജി ആകെ വർക്ക് ചെയ്യുന്നൊരു സ്ഥലം ഇതാണ്. ലോകത്ത് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ആകെ കമ്മ്യൂണിസ്റ്റുകാരനായ അധികാരത്തിലിരിക്കുന്ന ഒരാൾ CMP-കാരനായ CP ജോൺ മാത്രമാണ്. ഇന്ത്യയിൽ, ഇന്ത്യ രാജ്യത്ത് ആകെ അധികാരത്തിലിരിക്കുന്ന ആൾ UDF-ൽ നിന്ന് മത്സരിച്ച് ജയിച്ച CMP-കാരനായ CP ജോൺ മാത്രമാണ് ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റുകാരൻ. ഞാൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് ആശയത്തോടുകൂടി ചുവന്ന കൊടിയുള്ള പാർട്ടിയുണ്ട്, ചുവന്ന കൊടിയുള്ള പാർട്ടി, എത്ര വോട്ട്. അപ്പോൾ ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട്, അതും നിസ്സാര സമയത്തിനുള്ളിൽ പിണറായി വിജയനെ അവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ പെട്ടിയിലെ അവസാന അണി അടിച്ചിട്ടേ പിണറായി വിജയൻ പോകും.